ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പുതിയ വിജ്ഞാപനം, സർക്കാരിൻ്റെ വിജ്ഞാപനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ചർച്ച ചെയ്തു. ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിലും ഈ വിഷയങ്ങൾ വളരെയധികം ചർച്ച ചെയ്യേണ്ടി വന്നു. തീർച്ചയായും അതിനെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഉത്തരമാണ് പുതിയ വിജ്ഞാപനത്തിൽ നമ്മൾ കാണുന്നത്. കേട്ടറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നിലവിൽ ഈ കോഴ്സ് കഴിഞ്ഞവർ അധ്യാപകരാവാൻ താല്പര്യമുള്ള ആളുകൾക്കും സർവീസിലുള്ള അധ്യാപകരും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പുതിയ ഉത്തരവിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഉത്തരവിൽ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നോക്കൂ അല്ലേ, കേട്ടറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട പരാമർശം പ്രകാരം സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനും കേട്ടറ്റ് യോഗ്യത ബാധകമാക്കുന്നത് സംബന്ധിച്ച് പരാമർശം 20 പ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്പഷ്ടീകരണം ആവശ്യപ്പെടുകയുണ്ടായി. സർക്കാർ ഈ വിഷയം കൃത്യമായിട്ട് പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുന്നത് പ്രകാരം പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ പ്രഖ്യാപിച്ചതല്ല, കൃത്യമായിട്ട് പഠിച്ച് ഇനി എന്തൊക്കെയാണ് സർക്കാരിന് ചെയ്യാവുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇനിയും വീണ്ടും ഇനി കേട്ടിട്ട് ഒഴിവാക്കുമോ ഇളവ് കിട്ടുമോ എന്നൊന്നും ആലോചിക്കേണ്ട. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. നമ്മൾ കേട്ടിട്ട് ഇല്ലാത്തവരാണെങ്കിൽ ഉടൻ തന്നെ കേട്ടിട്ട് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം നോക്കൂ, കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാമെന്ന വ്യവസ്ഥ തുടരാവുന്നതാണ്. നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്നതായിരുന്നു, അത് തുടരുന്നതാണ്. കാരണം കാറ്റഗറി 1 or 2 നേടിയാൽ മതി എന്നുള്ളതാണ്. കേട്ടറ്റ് കാറ്റഗറി 3 യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് മാത്രം പരിഗണിച്ചാൽ മതിയാകും. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ലേ, ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട നിയമനം. അപ്പോൾ അത് ഭിന്നശേഷിക്കാർക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ ഉത്തരവ് കണ്ടോ, കാറ്റഗറി 3 നേടിയവർക്ക് ആ ഹൈസ്കൂൾ മാത്രമേ എഴുതാൻ പറ്റൂ, അല്ലെങ്കിൽ ഹൈസ്കൂളിലേക്ക് മാത്രമേ അവർ പരിഗണിക്കുകയുള്ളൂ. UP സ്കൂളിലേക്ക്, അതായത് മുമ്പുണ്ടായിരുന്ന കാറ്റഗറി 3 നേടിയവർ കാറ്റഗറി 2 നേടേണ്ടതില്ല എന്നുള്ള ആ ഒരു ഇളവ് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത നോക്കൂ, ഹൈസ്കൂൾ തലത്തിൽ ഭാഷാധ്യാപകർ, ഹൈസ്കൂളിലെ ഭാഷാധ്യാപകരാട്ടോ, അവർ കേട്ടറ്റ് കാറ്റഗറി 3 നേടിയ പക്ഷം കേട്ടറ്റ് 4 നേടേണ്ടതില്ല എന്ന വ്യവസ്ഥ പരാമർശം 16 ഉത്തരവിലെ വ്യവസ്ഥയ്ക്ക് വിധേയമായി 1/6/2010 തീയതി പ്രാബല്യത്തിൽ തുടരാവുന്നതാണ്. അപ്പോൾ അത് തുടരാം. അവർ ഹൈസ്കൂളിലാണ്, കാറ്റഗറി 3 ആണ്, പക്ഷേ ഭാഷാധ്യാപകർ കാറ്റഗറി 4 എഴുതണമെന്നാണ്. പക്ഷേ അവിടെയുള്ള ഇളവ് തുടരാവുന്നതാണ്. അടുത്ത നോക്കൂ, സെറ്റ്, നെറ്റ്, MPhil, PhD, MEd ഇത് യോഗ്യത നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ കേട്ടറ്റ് കാറ്റഗറി 4 വരെ യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കാമെന്ന പരാമർശം വ്യവസ്ഥ റദ്ദ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഒരുപാട് അധ്യാപകർ നെറ്റ്, അതുപോലെ MEd, MPhil ഇതൊക്കെ നേടിയിട്ട് കേട്ടറ്റ് എഴുതാത്ത ഒരുപാട് അധ്യാപകരുണ്ട്. അത് അവർക്കുള്ളൊരു തിരിച്ചടിയാണ്. അതല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെന്ത് ചെയ്യേണ്ട, അവരുടെ ഇളവ് അവിടെ റദ്ദ് ചെയ്യുകയാണ്. അടുത്തതായി നോക്കൂ, കേട്ടറ്റ് കാറ്റഗറി 3 യോഗ്യതയോടുകൂടി സർവീസിൽ തുടരുന്ന ഹൈസ്കൂൾ അധ്യാപകരെ മാത്രം പ്രധാന അധ്യാപക തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റ നിയമനങ്ങൾക്കും HSST അതുപോലെ HST ജൂനിയർ തസ്തികയിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്കും പരിഗണിച്ചാൽ മതിയാകുന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് കാറ്റഗറി 3 യോഗ്യത നേടിയ അധ്യാപകരെ മാത്രമേ എന്ത് ചെയ്യൂ, ഇവിടെ ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി 3 നേടിയവർ മാത്രമേ ഉള്ളൂ. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കുക, CTET പ്രൈമറി, അത് നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ, പ്രൈമറി സ്റ്റേജ് യോഗ്യത നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 1 നിന്നും, അതായത് പ്രൈമറി CTET 2 ഉണ്ടല്ലോ, പ്രൈമറി നേടിയവർ കാറ്റഗറി 1 നിന്നും, CTET എലമെൻ്ററി സ്റ്റേജ് യോഗ്യത നേടിയവരെ കാറ്റഗറി 2 നിന്നും ഒഴിവാക്കാമെന്ന പൊതുനിർദ്ദേശം തുടരാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് CTET ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. പിന്നെ CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ LP അധ്യാപക നിയമനങ്ങൾക്കും CTET എലമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ UP അധ്യാപക നിയമനങ്ങൾക്കും പരിഗണിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിലെന്ത് ചെയ്യും, അടുത്ത UP വരുന്നുണ്ടല്ലോ 2026. അപ്പോൾ നമ്മൾ കേട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ LP UPയുടെ പരീക്ഷയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ കേട്ടിട്ട് നേടുക എന്നുള്ളത്.
ഇനി അടുത്ത് നോക്കൂ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തസ്തികയിൽ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് HSST HM അല്ലേ കാറ്റഗറിയിൽ നിന്നും പ്രൊമോഷൻ നൽകുന്നതിന് നിലവിലുള്ള രീതി തുടരാവുന്നതാണ്. ഓക്കെ, നിലവിലുള്ള രീതി പ്രൊമോഷൻ കൊടുക്കാം. HST UPST LPST ഇവിടെ ശ്രദ്ധിക്കട്ടോ, അതായത് HST അതുപോലെ തന്നെ UPST അതുപോലെ LPST ആ അധ്യാപക തസ്തികയിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ പ്രൊമോഷന് അതാത് കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യത നേടിയ അധ്യാപകരെ മാത്രം പരിഗണിക്കാവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കാറ്റഗറി 1 ജയിച്ചിട്ടുണ്ടാവും, സർവീസിലുള്ളവർ ശ്രദ്ധിക്കുക, അവിടെ നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ വരുമ്പോൾ നിങ്ങൾ UP സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ UP സ്കൂളിൻ്റെ കാറ്റഗറി 2 തന്നെ നേടിയെടുക്കണം എന്നാണ് അവിടെ അതാണ് പ്രൊമോഷനൊക്കെ കൃത്യമായിട്ട് ബാധിക്കുന്നു എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, HST UPST LPST തസ്തികയിൽ നിന്നും HSST ജൂനിയർ HSST തസ്തികയിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ പ്രൊമോഷന് അതാത് കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യതയും HSST ജൂനിയർ HSST തസ്തികയിലേക്കുള്ള യോഗ്യതയും നേടിയവരെ മാത്രം പരിഗണിച്ചാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ട്രാൻസ്ഫർ പോകുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കേട്ടറ്റ് കാറ്റഗറി 3 നേടണം. ഓക്കെ, കേട്ടറ്റ് 3 നേടണം. അതിന് പുറമെ തന്നെ അതിൻ്റെ യോഗ്യതയും മാത്രം പരിഗണിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ HSST ജൂനിയർ തസ്തികയിലേക്കുള്ള യോഗ്യത നേടിയ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, ലാബ് അസിസ്റ്റൻ്റ് എന്നിവരെ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ നിലവിലുള്ള രീതിയിൽ തന്നെ പരിഗണിക്കേണ്ടതാണ്. അതും തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും തീരുമാനങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നമ്മുടെ സമയമാണ്. നമുക്കറിയാം ഒരു കേട്ടറ്റ് വന്നു, ഇനി അടുത്തൊരു കേട്ടറ്റ് ഇപ്പോൾ 2026 തന്നെ നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇനി കൂടുതൽ നമ്മൾ കേസുകളുടെ പിറകെ റിവ്യൂ ഹർജി അതൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മടി അവസാനിപ്പിച്ച് നമ്മൾ കുറച്ച് നേരം ഇതിനു വേണ്ടി സമയം ചെലവിക്കുക. തീർച്ചയായും വിജയം നിങ്ങൾക്ക് തന്നെയാണ്. നമ്മൾ സ്ഥിര അധ്വാനത്തോട് കൂടിയിട്ട് ഇതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുകയാണ്. ആ ലക്ഷ്യം കണ്ടുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ തീർച്ചയായും കേട്ടറ്റൊക്കെ ഒരു സിമ്പിളായിട്ട് തന്നെ നമുക്ക് നേടിയെടുക്കാം. താങ്ക് യു.